ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റർ ഇല്ലാതെ മിക്സിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ആവുമ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പമാണല്ലോ. ബീറ്റർ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിഫായിട്ട് ക്രീം വരത്തില്ല, അത് ഷുവറാണ്. കാരണം ഞാൻ തന്നെ ഇത് 4 പ്രാവശ്യം ചെയ്ത് നോക്കി, ഫ്ലോപ്പായി പോയി. പിന്നെ അതിൻ്റെ ടെക്നിക്ക് ഫുള്ള് പിടികിട്ടിയതിന് ശേഷം ചെയ്ത് നോക്കിയപ്പോഴാണ് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മിസ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണുക. ചെറിയ വീഡിയോ അല്ലേ, ലെങ്ത് കുറവല്ലേ, അപ്പോൾ അതനുസരിച്ച് ഫുള്ള് കാണണം കേട്ടോ. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കുക. ഫ്രീസറിലാണ് വിപ്പിംഗ് ക്രീം സൂക്ഷിക്കുന്നത്. പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ തണുപ്പ് ഫുള്ള് മാറി വിപ്പിംഗ് ക്രീമിന് തണുപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിഫായിട്ട് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ക്രീം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് തന്നെ എടുക്കുക. ക്രീം നല്ല തണുപ്പ് വേണം. മാത്രമല്ല നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറ്, ഇത് ഞാൻ ഒരു 5-6 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചു. ഞാൻ അത്ര സമയം വെച്ചിട്ടാണ് എടുത്തത്. കാരണം പെട്ടെന്ന് അതിൻ്റെ തണുപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ക്രീമും നല്ല തണുപ്പായിരിക്കണം. നമ്മുടെ മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ചിട്ട് അടപ്പോട് കൂടി ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 5-6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ ഇത് നന്നായിട്ട് വരും. ഞാൻ കാരണം അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് വിപ്പ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആ തണുപ്പ് മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് മിക്സിയുടെ ജാറ് ഇതിലോട്ട് വെക്കാം. എന്നിട്ട് ഹൈ സ്പീഡിൽ ഒരു 3 മിനിറ്റോളം നിങ്ങൾ തുടർന്ന് ബീറ്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഹൈ സ്പീഡിൽ 3 മിനിറ്റ്, കറക്റ്റ് 3 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് തുറന്ന് നോക്കാം. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കറക്റ്റ് 3 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങ് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല പോലെ ക്രീം ഇതേ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ക്രീം ലൂസ് ആവാണ്ടിരിക്കാനുള്ള ടെക്നിക്ക് കൂടിയാണ് നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ പഞ്ചസാര പൊടിച്ചെടുക്കില്ല, നിങ്ങൾ ഫൈനായിട്ട്, അത് മസ്റ്റാണ് കേട്ടോ, ഫൈനായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കണം. നല്ല എത്രത്തോളം നല്ല പൊടിച്ചെടുക്കാവോ അത്രത്തോളം നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്തു. അതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹൈ സ്പീഡിൽ ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടി ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്താൽ നമ്മുടെ ക്രീം നല്ല സൂപ്പറായിട്ട് കിട്ടും. മാത്രമല്ല ഇത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ കോൺഫ്ലവർ ചേർത്തതിൻ്റെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ക്രീം ലൂസ് ആവാണ്ട് തന്നെ ഇരിക്കും, നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും, ലൂസായി പോവത്തില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ മിക്സിയുടെ ഈ ജാറിൻ്റെ അടപ്പ് അത്ര കാണാനൊന്നും ഭംഗിയില്ല കേട്ടോ, ഒത്തിരി നാളായതാണ്, പഴയതാണ്. അപ്പം അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് പറയല്ലേ. അപ്പോൾ ഇതിൻ്റെ ജാറിൻ്റെ അടപ്പ് ഇങ്ങനെയാണ്. ഇത് ഒത്തിരി നാളായിട്ട് പഴയതായതുകൊണ്ടാണ്. അപ്പോൾ അത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രീം വന്നിട്ടുണ്ട്. സന്തോഷമായിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്ര നന്നായിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതേ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് നേരെ ഒരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ അതേ ഇതിപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഭയങ്കര സ്റ്റിഫായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്ത് വീട്ടിൽ നോർമലായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെയാണ്. പക്ഷേ ഇത് ഇപ്പം തന്നെ നിങ്ങൾ ഒരിക്കലും പുറത്ത് ഇപ്പം ഉപയോഗിക്കരുത്. ഇത് നേരെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇത് നേരെ ഫ്രീസറിൽ 1/2 മണിക്കൂർ വെക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ട് നല്ല ഫ്ലവേഴ്സും അതുപോലെ കേക്കൊക്കെ സൂപ്പറായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി അങ്ങ് ഫ്രീസറിലോട്ട് വെക്കുക. എന്നിട്ട് കേക്കൊക്കെ റെഡിയാവുന്ന സമയത്ത് തന്നെ ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നോളും. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ആർക്കും വിഷമിക്കേണ്ട കാര്യമില്ല. വിപ്പിംഗ് ക്രീം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാതെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഫ്ലോപ്പ് ആവാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നേരെ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. കണ്ടോ, കുറച്ചുകൂടെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്, തറയെ വീഴത്തുമില്ല, നല്ല പോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക.
പിന്നെ പറ്റുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെച്ചാലേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട് എന്നുള്ളവർ ഇപ്പം തന്നെ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന് സെർച്ച് ചെയ്ത് 2-3 വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.